Hello friends, welcome to SAT, Center Institution Center Marathumadi and Pathambalikara. Please subscribe to our YouTube channel for new updated videos. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 11 സ്റ്റാറ്റിസ്റ്റിക്സിലെ പാർട്ട് 2ലെ ഹൗ ടു കാൽക്കുലേറ്റ് മീഡിയൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പൊതുവെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം വരെ മീനൊക്കെ ചോദിച്ചിരുന്നു. ഈ വർഷം മീനും മീഡിയനും ചെറിയ ക്വസ്റ്റ്യനും മീഡിയൻ വലിയ ആൻസറിനുള്ള ക്വസ്റ്റ്യനുമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മീഡിയൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ചെറിയ ക്വസ്റ്റ്യൻ? അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അത് മീനും മീഡിയനും കാണാനായിരിക്കും. മീൻ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി മേ ബി നമുക്ക് വലിയ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 1 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് മീൻ കാണുന്ന മെത്തേഡ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് നമ്പർ കൊടുത്തിട്ടുണ്ട്. 13, 18, 13, 14, 13, 16, 14, 21, 13. ഇതിന്റെ മീനും കാണണം, മീഡിയനും കാണണം. മീൻ വെരി സിമ്പിൾ ആണ്. ഇതെല്ലാം കൂടി കൂട്ടാം. ഓക്കെ, ദ മീൻ ഈസ് ദ യൂഷ്വൽ ആവറേജ്. സോ ഐ വിൽ ആഡ് ആൻഡ് 10 ഡിവൈഡ്. എല്ലാം കൂടി കൂട്ടിയിട്ട് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം ഉണ്ട്. 9 എണ്ണം കൊണ്ട് ഹരിച്ചാൽ ഇറ്റ് ഈസ് നോൺ ആസ് മീൻ, മാധ്യമം. ഓക്കെ, ഇനി മലയാളത്തിൽ തന്നെ മാധ്യം എന്നും മീഡിയനെ മധ്യമം എന്ന് പറയും. തിരിഞ്ഞു പോകരുത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇതിനെ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം. ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് 13 2 പ്രാവശ്യം വരുന്നുണ്ട്. എനിവേ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയിട്ട് നടുവിൽ വരുന്നതാണ് മീഡിയൻ. സോ 13 എഴുതി, പിന്നെ 13 4 തവണ വരുന്നുണ്ട്, പിന്നെ 14 2 തവണ വരുന്നുണ്ട്, പിന്നെ 16 വരുന്നുണ്ട്, 18 വരുന്നുണ്ട്, 21 വരുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 9 എണ്ണം ഉണ്ട് അല്ലേ? 9 എണ്ണം ഉണ്ടെങ്കിൽ ആ 9നോട് 9 പ്ലസ് 1, അതായത് 10. 9 നമ്പർ ഉണ്ടെങ്കിൽ 10 ഒരു 1 കൂട്ടാം. അതിൻ്റെ പകുതി എടുക്കുക. ഇപ്പോൾ എത്ര കിട്ടി? 5. അഞ്ചാമത്തെ ആളായിരിക്കും മീഡിയൻ. അതായത് ഒറ്റ സംഖ്യയാണെങ്കിൽ നിങ്ങൾ ആ എത്ര എണ്ണം ഉണ്ട് അതിനോട് 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 10/2 5. അഞ്ചാമത്തെ ആൾ, അതായത് 1 2 3 4 5. ദിസ് ഈസ് ദ മീഡിയൻ. മനസ്സിലായോ? So there are 9 numbers in the list. So the middle one will be the 5th number. So 14. So the median is 14. ഇങ്ങനെയുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് ഗ്രൂപ്പ് ഡാറ്റ ആണെങ്കിൽ നമ്മളെങ്ങനെ കാണാം? അതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ 9 എണ്ണം എന്ന് പറഞ്ഞത് സപ്പോസ് ഈവൻ നമ്പർ ആണെങ്കിലോ, in the set of numbers you are working with contains an even numbers of data points. There will not be one number in the middle. In this case, you need to calculate the median. To do this, first arrange the numbers in order, then take the 2 middle numbers given, add them together and divide by 2. This will give you the median number. Very simple ആണ്. 8 എണ്ണം ഉണ്ട്. ഇത് ഇരട്ട സംഖ്യയാണ്. അപ്പം നടുവിൽ ആരുമില്ല, നടുവിൽ 2 പേര് വരും. മനസ്സിലായോ? അത് 2 കൂടി കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക. അതാണ് മീഡിയൻ. ഓക്കെ, ക്ലിയർ? ശരി, ഇനി നമുക്ക് മീഡിയൻ ഓഫ് ഗ്രൂപ്പ് ഡാറ്റ എങ്ങനെ കാണുന്നത് നോക്കാം. ഗ്രൂപ്പ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ 20 മാർക്ക് കിട്ടിയ 6 കുട്ടികൾ നിങ്ങൾ ക്ലാസ്സിലുണ്ട്. 29 മാർക്ക് കിട്ടിയ 28 പേര്, 28 മാർക്ക് കിട്ടിയ 24 കുട്ടികൾ, 31 മാർക്ക് കിട്ടിയ 15 പേര്, 42 മാർക്ക് കിട്ടിയ 2 പേര്, 38 മാർക്ക് കിട്ടിയ 4 പേര്, 41 മാർക്ക് കിട്ടിയ ഒരാൾ, 25 മാർക്ക് കിട്ടിയ 20 പേര്. ഇതൊക്കെയാണ് ഒരു ഡാറ്റ, ഗ്രൂപ്പ് ഡാറ്റ. ഇതിന്റെ മീഡിയൻ കണ്ടെത്തണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ തന്നിരിക്കുന്ന മാർക്കിലൊക്കെ പെറുക്കി എഴുതി. 20 മാർക്ക് 25, 28, 29, 31, 38, 42, 40. അതിന്റെ ഫ്രീക്വൻസികളെ 20 മാർക്ക് കിട്ടിയ 6 പേര്, 25 20, 27 24, 23 27, 33 15, 38 4, 42 2, 41 മാർക്ക് കിട്ടിയ ഒരാൾ, ആകെ 100 പേര് നിങ്ങളുടെ ക്ലാസ്സിൽ. ക്ലിയർ? ഇതിന്റെ മീഡിയൻ നിങ്ങൾ കാണണം. അപ്പോൾ മീഡിയൻ നമ്മൾ കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ പോവുകയാണ്. 20 വരെ മാർക്ക് കിട്ടിയ എത്ര പേര്? 6 പേര്. ക്ലിയർ? 25 മാർക്ക് കിട്ടിയവർ എത്ര പേരുണ്ട്? കൃത്യം 25 മാർക്കല്ല, 25 വരെ എന്ന് പറയുമ്പോൾ 25 മാർക്ക് കിട്ടിയ 20 ആളും 20 മാർക്ക് കിട്ടിയ 6 ആളും ചേർത്ത് എത്ര പേര് വരും? 26 പേര്. ഒന്നുകൂടി പറയാം സാർ. അതായത് എൻ്റെ ചോദ്യം ഇതാണ്, വെരി സിമ്പിൾ ആണ്. 25 മാർക്കും അതിൽ താഴെയും കിട്ടിയവർ എത്ര പേർ? വെരി സിമ്പിൾ. 25 മാർക്ക് കിട്ടിയവരുടെ എണ്ണം 20. അതിൽ താഴെ എന്ന് പറഞ്ഞാൽ പിന്നെ 20 അല്ലേ ഉള്ളൂ. 20 മാർക്ക് കിട്ടിയവരുടെ എണ്ണം 6. രണ്ടുകൂടി കൂട്ടുമ്പോൾ 26. വെരി സിമ്പിൾ. ക്ലിയർ? എൻ്റെ അടുത്ത ചോദ്യം, 28 മാർക്കും അതിൽ താഴെയുള്ള മാർക്കും കിട്ടിയവരുടെ എണ്ണം എന്ന് പറയും. 28 മാർക്ക് എന്ന് പറഞ്ഞത് 24 പേർക്ക് കിട്ടി ആണല്ലോ. പിന്നെ അതിൽ താഴെയുള്ള എത്ര പേരുണ്ട്? 20ഉം
6, അതായത് 26. അപ്പോൾ ഈ 26 24 കൂടി എന്ത് ചെയ്യണം, അത് കൂട്ടണം. ഇപ്പോൾ 30 30 20 50. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്ലിയർ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകണം, മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ മാർക്സ് ഒബ്റ്റെയിൻഡ് 20. ആദ്യത്തെ മാർക്ക് അങ്ങനെ തന്നെ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 6. പിന്നെ അപ് ടു 25, 25 വരെ, അതായത് 20 ഉൾപ്പെടെ 25 വരെ എത്ര പേര്? 6 പേർക്ക് 20 വരെ മാർക്ക് കിട്ടി. 25 മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? 20 കുട്ടികളുണ്ട്. ലിസൺ, ശരിക്കും ശ്രദ്ധിക്കണം. 6 കുട്ടികൾക്ക് 20 മാർക്ക്, 25 മാർക്ക് കിട്ടിയ 20 പേര്. അപ്പോൾ അപ് ടു 25 എന്ന് പറഞ്ഞാൽ 25 വരെ മാർക്ക് കിട്ടിയവരോ ഈ 6 പ്ലസ് 20, ദാറ്റ് ഈസ് 26. ക്ലിയർ? ഇനി അപ് ടു 28 എന്ന് പറയുമ്പോൾ ആ 26നോട് ഈ 24 കൂടി കൂട്ടണം. അപ്പോൾ ഇത്രയും 50. കിട്ടിയോ? അപ് ടു 29 എന്ന് പറയുമ്പോൾ ആ 50നോട് 28 കൂടി കൂട്ടണം. കണ്ടോ? ഇപ്പോൾ 78. അപ് ടു 33, 33 വരെ എന്ന് പറയുമ്പോൾ 33 മാർക്ക് കിട്ടിയ 15 പേരും അതിന് മുന്നേ ഉള്ളത്. അപ്പോൾ എത്രയും മുന്നേ ഉള്ളത് എത്ര പേരുണ്ട്? 78. അപ്പോൾ 93. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഈ 6 എഴുതുക. ഓക്കെ, പിന്നെ അതും 20 കൂടി കൂട്ടിയിട്ട് എഴുതുക, 26. പിന്നെ ആ 26 24 കൂട്ടിയിട്ട് എഴുതുക, 50. പിന്നെ ആ 50 28 കൂട്ടിയിട്ട് എഴുതുക, അപ്പോൾ എത്രയാണ്? 78. പിന്നെ ഈ 78 15 കൂട്ടിയിട്ട് എഴുതുക, 93. പിന്നെ ഈ 93 4 കൂട്ടിയിട്ട് എഴുതുക, അപ്പോൾ 97. പിന്നെ ഈ 97 2 കൂട്ടിയിട്ട് എഴുതുക, അപ്പോൾ 99. ഈ 99 1 കൂട്ടിയിട്ട് എഴുതുക, അപ്പോൾ 100. അപ്പോൾ ഇവിടെ ലാസ്റ്റ് കിട്ടുന്ന സംഖ്യയും നിങ്ങളുടെ ആ ഫ്രീക്വൻസിയുടെ തുകയും സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് ശരിയാണോ നോക്കാനായിട്ടുള്ളൊരു മാർഗവും കൂടിയാണത്. മനസ്സിലായോ? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ആ 3 ടേബിളും എടുത്തെഴുതാൻ പോവുകയാണ്. ഓക്കെ, എങ്ങനെ? ആദ്യം ഇത് മാർക്സ് ഒബ്റ്റെയിൻഡ് നമ്മൾ എഴുതി, ദെൻ നമ്പർ ഓഫ് ഫ്രീക്വൻസി അത് എഴുതി, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഈ ഒരു കോളം ഇല്ലേ, ഈ കോളത്തിൻ്റെ പേരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അത് നമ്മൾ ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ വെരി സിമ്പിളാണ്. ക്വസ്റ്റ്യൻ ഇത് തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിളും കൂടി എക്സ്ട്രാ ഇങ്ങനെ വരച്ചിട്ട് ആ ക്വസ്റ്റ്യനെ നേരെ നോക്കി ആദ്യത്തെ ഫ്രീക്വൻസി അങ്ങനെ തന്നെ എടുത്തെഴുതുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഫ്രീക്വൻസി എഴുതുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അത് ഇതിനോട് കൂട്ടി ഇവിടെ എഴുതുക, അത് ഇതിനോട് കൂട്ടി ഇവിടെ എഴുതുക, ഇതിനോട് കൂട്ടി ഇവിടെ എഴുതുക, ഇതിനോട് കൂട്ടി ഇപ്പുറത്ത് എഴുതുക, ഇതിനോട് കൂട്ടി ഇവിടെ എഴുതുക, 90 കൂട്ടി ഇത് എഴുതുക, 91 കൂട്ടി ഇവിടെ എഴുതുക. കണ്ടോ? അങ്ങനെ അങ്ങനെ എഴുതി നമ്മൾ ഉണ്ടാക്കുന്ന മൂന്നാമത്തെ കോളമാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഈ 3 കോളം വേണം നമുക്ക് മീഡിയൻ ചെയ്യാൻ. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ 3 കോളം. ഇതിനകത്ത് നമ്മുടെ n എന്ന് പറയുന്നത് എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? ഇറ്റ് ഈസ് 100 അല്ലേ? അപ്പോൾ ഫ്രം ദ ടേബിൾ എബവ് വി സീ ദാറ്റ് 50th ഒബ്സർവേഷൻ ഈസ് 28. 50ാമത്തെ ഒബ്സർവേഷൻ ഇവിടെ നോക്കിയാൽ അറിയാം എത്രയാണ്? 28. അതായത് കണ്ടോ, ഇതാണ് നമ്മുടെ മീഡിയൻ. അതായത് നമുക്ക് ആകെ 100, n സമം ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 100 പേരാണ് ആകെയുള്ളത്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി എടുക്കുക, അതായത് 50ാമത്തെ ആൾ അല്ലേ? ശ്രദ്ധിക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 1 മുതൽ 8 വരെയും പേരുണ്ടെങ്കിൽ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഉണ്ടാവില്ല. അതായത് ഇരട്ട സംഖ്യയാണ് എണ്ണമെങ്കിൽ സെൻറ്റർ ഉണ്ട്. അപ്പോൾ 50ാമത്തെ ആളെന്ന് പറഞ്ഞ് നടുവിൽ വരില്ല. അപ്പോൾ 50ാമത്തെ ആളെയും 51ാമത്തെ ആളെ എടുക്കണം. ശ്രദ്ധിച്ചോ സാർ പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ 8 പേരുണ്ടെങ്കിൽ 4ാമത്തെ ആൾ, 8ന്റെ പകുതി 4, 4ാമത്തെ ആൾ ഒരിക്കലും സെൻറ്ററിൽ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4ാമത്തെ ആളെയും 5ാമത്തെ ആളെയും എടുത്ത് കൂട്ടണം. അതുപോലെ ഇവിടെ n എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ നമ്മൾ 50ാമത്തെ ആൾ 100ന്റെ പകുതി, 50ാമത്തെ ഒബ്സർവേഷൻ 28, 51ാമത്തെ ഒബ്സർവേഷൻ 29. ഇതെങ്ങനെയാണ് സാർ എടുക്കുന്നത്? ശ്രദ്ധിച്ചോ? ഓക്കെ, ലുക്ക്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 100 ആണ്. ഈ 100 ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നടുവിൽ വരുന്നത് 50ാമത്തെ നടുവിലല്ല, 50ാമത്തെയും 51ാമത്തെയും. ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ മീനിങ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 6 പേരുടെ മാർക്ക് 20, പിന്നെ 7ാമത് മുതൽ 26 വരെയുള്ള കുട്ടികളുടെ, അതായത് നിങ്ങൾ ഇത് മാർക്കിലൊക്കെ നേരെ എഴുതുകയാണെങ്കിൽ ഈ 20 എന്ന് പറയുന്നത് ആദ്യത്തെ 6 സംഖ്യകളായിരിക്കും. അതായത് 20 20 20 20 20 20 അങ്ങനെ 6 പിന്നെ 25 എന്ന് പറഞ്ഞ മാർക്ക് പിന്നീട് 26 വരുമ്പോൾ, അതായത് 7ാമത്തെ സംഖ്യ നിങ്ങൾ എഴുതുന്ന നിരയിലെ 7ാമത്തെ സംഖ്യ 25 ആയിരിക്കും, 8ാമത്തെ 25, 9ാമത്തെ 25, അങ്ങനെ 26ാമത്തെ സംഖ്യ വരെ 25 ആയിരിക്കും. പിന്നെ നിങ്ങൾ എഴുതുന്നതിൽ 27ാമത്തെ സംഖ്യ മുതൽ ആ നിരയിലെ 50ാമത്തെ ആൾ വരെ ആരായിരിക്കും? 28. അപ്പോൾ 50ാമത്തെ ആൾ ആരാണ്? 15th ഒബ്സർവേഷൻ 28. ഇനി
51ാമത്തെ സംഖ്യ മുതൽ 78ാമത്തെ സ്ഥാനം വരെയുള്ള സംഖ്യ 29 ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് 50th ഒബ്സർവേഷൻ. 50ാമത്തെ ആൾ 28, 51ാമത്തെ ആൾ ആരാണ്? 29. അപ്പോൾ നമ്മൾ പറഞ്ഞു 100 പേരുണ്ടെങ്കിൽ അതിന്റെ പകുതി 50 ആണ്. പക്ഷെ 50ാമത്തെ ആൾ നടുവിൽ വരില്ല. 50ഉം 51ാമത്തെയും 50ാമത്തെ ആളെടുത്ത് കൂട്ടണം. അപ്പം 50ാമത്തെ ആൾ 28, 51ാമത്തെ സംഖ്യ 29. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടണം. സോ അത് രണ്ടും കൂടി കൂട്ടി അതിന്റെ പകുതി എടുത്ത് ദാറ്റ് ഈസ് മീഡിയം. ക്ലിയർ? ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ഒരു സാധ്യത ക്ലാസ് തന്നിട്ട് ചോദിക്കാം. രണ്ട് മെത്തേഡ്. ഒന്ന് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ച മെത്തേഡ്, ഒന്ന് നമ്മൾ +1ലേക്ക് ഉപയോഗിക്കുന്ന ഫോർമുല ഉപയോഗിച്ചുള്ള മെത്തേഡ്. സപ്പോസ് നമ്മൾ ആദ്യം തന്നെ ഫോർമുല ഉപയോഗിച്ചുള്ള മെത്തേഡാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതിനുശേഷം സ്കൂളിലെ മെത്തേഡ് നിങ്ങളെ പഠിപ്പിക്കും. രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് നെക്സ്റ്റിനെ ഒരു ക്ലാസ് ഓഫ് ഡാറ്റ തന്നാൽ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് മീഡിയം കാണുന്നത് ചോദിക്കുക. അതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, ക്ലിയർ? സോ പ്ലീസ് ലിസൺ കെയർഫുള്ളി. ഇനി നമുക്ക് ക്ലാസ് തന്നിരുന്ന ഫോർ എക്സാമ്പിൾ 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയവർ 5 പേർ. അതായത് ചിലപ്പോൾ അതിനകത്ത് 6 മാർക്ക് കിട്ടിയവരുണ്ടാവും, 7 മാർക്ക് കിട്ടിയവരുണ്ടാവും. നമുക്കതൊന്നും അറിഞ്ഞുകൂടാ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ 20 മാർക്ക് കിട്ടിയോ 6 പേര് കൃത്യമായിട്ട് അറിയായിരുന്നു. 6 പേരുടെ മാർക്ക് 20 ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. 0 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ അതേതും ആവാം. ചിലപ്പോൾ 1 മാർക്ക് കിട്ടിയവരും ഉണ്ടാവാം. പക്ഷെ അവർ ആരാന്നൊന്നും അറിയില്ല. 5 പേരുണ്ടെന്ന് അറിയാം. അങ്ങനെ 10 to 20 30, 20 to 30 4, 30 to 40 മാർക്ക് കിട്ടിയവർ 3 പേര്. അങ്ങനെ 90 മുതൽ 100 വരെ മാർക്ക് കിട്ടിയവർ 8 പേര്. ഇതിന്റെ മീഡിയനാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ക്ലിയർ? രണ്ട് മെത്തേഡ് ഉണ്ട്. ആദ്യം പറയുന്നത് ഫോർമുല മെത്തേഡാണ്. ഒരുപക്ഷെ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, എങ്കിലും അത് ഇത്ര എളുപ്പമാണ്. ആ ഫോർമുല പഠിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ട് എക്സും വൈയും എടുത്ത് ചെയ്യുന്ന മെത്തേഡ്. രണ്ടും സാർ പഠിപ്പിക്കാം. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റിന്റെ രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം, <10, 10ൽ താഴെ മാർക്ക് കിട്ടിയവര് 5 പേര്. ലിസൺ, ഇവിടെ 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയവര് 5 പേര് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം 10ൽ താഴെ മാർക്ക് കിട്ടിയവര് 5 പേര്. 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയവര് 3 പേര് എന്ന് പറയുമ്പോൾ 10നും 20നും ഇടക്ക് മാർക്ക് കിട്ടിയവര് 3 പേരാണെങ്കിലും 20ൽ താഴെ മാർക്ക് കിട്ടിയവർ എത്ര പേരുണ്ട്? ഈ 3 + 5, അതായത് 8 പേര്. മനസ്സിലായോ സാർ പറയുന്നത്? നിങ്ങൾ ചെയ്യേണ്ടത് ഈ അപ്പർ ലിമിറ്റുകൾ, ഇവിടെ കാണുന്ന ഈ സംഖ്യകൾ മാത്രം എടുത്തെഴുതാം. അതിന് മുന്നേ < എന്ന് ചേർക്കണം. അതായത് 10ൽ താഴെ മാർക്ക് കിട്ടിയവര് 5 പേര്. 20ൽ താഴെ മാർക്ക് കിട്ടിയവരെന്ന് പറയുന്നത് 3 അല്ല, അത് 10ൽ താഴെ മാർക്ക് കിട്ടിയവരും എന്തിൽ പെടും? 20ൽ താഴെ മാർക്ക് കിട്ടിയവരിൽ പെടും. അപ്പൊ നിങ്ങൾ 10ൽ താഴെ 5 പേര്, 20ൽ താഴെ 5 + 3 8 പേര്. കണ്ടോ? 30ൽ താഴെ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ 4 പേരും പെടും. അതിന് പുറകിലുള്ള രണ്ട് സംഖ്യകൾ, അതായത് 8. അപ്പൊ 8 4 എത്രയാണ്? 12. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നോക്കൂ. 10ൽ താഴെ 5 പേര്, 20ൽ താഴെ 5ഉം പിന്നെ ആ 10നും 20നും ഇടയ്ക്കുള്ള 3 കൂടി കൂട്ടി 8 പേര്. അങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടാക്കി. ക്ലിയർ? ഓക്കെ. 100ൽ താഴെ അവസാനം വരുമ്പോൾ 53. എന്നിട്ട് നമ്മളതൊരു ടേബിൾ ആക്കി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ? 10ൽ താഴെ മാർക്ക് വാങ്ങിച്ച 5 പേര്. അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ സെയിം. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തന്നിരിക്കുന്ന ചോദ്യത്തിൽ ആദ്യത്തെ ആൾ ഇവിടെ സെയിം ആയിരിക്കും. അത് തന്നെയാണ് ഇപ്പുറത്തും വരാം. അത് വ്യത്യാസമില്ല. എന്നാൽ 20ൽ താഴെ, അതായത് 10നും 20നും ഇടയ്ക്ക് കിട്ടിയത് 3 പേര്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ 5ഉം 3ഉം കൂടി കൂട്ടിയിട്ട് അതിൻ്റെ എഴുതണം. 8. കണ്ടോ? പിന്നെ 8ഉം 4ഉം കൂടി കൂട്ടിയിട്ട് അതിൻ്റെ നേരെ 12. കണ്ടോ? ഇനി 12 3 കൂട്ടിയിട്ട് അതിൻ്റെ നേരെ 15. 15 3 കൂട്ടിയിട്ട് 18. 18 4 കൂട്ടിയിട്ട് 22. 22 7 കൂട്ടിയിട്ട് 29. 29 9 കൂട്ടിയിട്ട് 38. 38 7 കൂട്ടിയിട്ട് 45. 45ഉം 8ഉം കൂട്ടിയിട്ട് 53. ക്ലിയർ ആണോ? ഓക്കെ. ഫസ്റ്റത്തെ സംഖ്യ അങ്ങനെ തന്നെ എടുത്തെഴുതുക. രണ്ടാമത്തെ സംഖ്യ എഴുതുമ്പോൾ ഈ ആദ്യം എഴുതിയ ഫസ്റ്റ് സംഖ്യ ഇവിടുത്തെ രണ്ടാമത്തെ കൂടി കൂട്ടിയിട്ടുണ്ട് എഴുതുക. ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുക. ഇറ്റ് ഈസ് നോൺ ആസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഓക്കെ, അങ്ങനെ ഈ 3 ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഈ 2 ടേബിളും നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. മൂന്നാമത്തെ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോക്കൂ, ഇപ്പൊ നമ്മുടെ മുന്നിൽ ഈ 3 ടേബിൾ ഉണ്ട്. ഇതിന്റെ ടോട്ടൽ കാണണം. ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ കാണണം. ടോട്ടൽ കാണുമ്പോൾ n = 53. സാർ ടോട്ടൽ എങ്ങനെ കാണും സാർ?
വെറുതെ അങ്ങോട്ട് കൂട്ടിയാൽ മതി, അതാണ് ടോട്ടൽ. ആ ടോട്ടൽ വരുന്ന സംഖ്യയും ഇവിടെ വരുന്ന ലാസ്റ്റ് സംഖ്യയും സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത കണക്ക് ശരിയാണോ എന്നറിയാനായിട്ട് ഒരു മാർഗവുമായി. മനസ്സിലായോ? ഓക്കെ. ഇനി നിങ്ങൾ ചെയ്യുന്നത് വെറുതെ 51 കണ്ടാൽ പോരാ, അതിന്റെ പകുതി എടുക്കണം, ഡിവൈഡ് ബൈ 2 ചെയ്യണം. ദാറ്റ് ഈസ് നോൺ ആസ് n/2. എന്താണ്? n/2. സോ വെൻ യു ഡിവൈഡ് 53 വിത്ത് 2 യു വിൽ ഗെറ്റ് 26.5. 26.5 ആയിട്ട് കിട്ടും. അത് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. അതായത് ഈ രണ്ടാമത്തെ കോളത്തിന്റെ തുക, അതായത് ഫ്രീക്വൻസിയുടെ തുക, അതിന്റെ പകുതി 26.5. ക്ലിയർ? ഇപ്പൊ നമുക്ക് n സമം 53/2, അതായത് 26.5 നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചത് n, ടോട്ടൽ n, അതായത് ഈ ഫ്രീക്വൻസി എല്ലാം കൂടി കൂട്ടുമ്പോൾ, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ 53 കിട്ടി. and n/2 നമ്മൾ കണ്ടു. സോ n/2 is equal to n/2 equal to 53. ഓക്കെ. ബൈ 2 26.5 to 26.5. 26. ക്ലിയർ? ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ 26.5 അഥവാ n/2 ഇതിനകത്തുണ്ടോ നോക്കണം. ഇവിടെയല്ല, 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 ഇതിന്റെ ഇടയിൽ. അപ്പോൾ 26.5നേക്കാളും വലുതും അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്നതുമായ സംഖ്യ സെലക്ട് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ 29. ആരാണ്? 29. ഓക്കെ. ആ 29 സെലക്ട് ചെയ്തു. ആ 29ന്റെ നേരെയുള്ളത് 7, അതിന്റെ നേരെയുള്ളത് 60, 70. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മീഡിയൻ കാണും. ഓക്കെ. ഇതിനെ നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയും. അതിനകത്ത് ഈ ആദ്യം കിടക്കുന്ന ആളുകളുടെ പേരാണ് എൽ, സ്മോൾ ലെറ്റർ എൽ. ഓക്കെ. നടുവിൽ കിടക്കുന്ന ആളുടെ പേരാണ് സ്മോൾ ലെറ്റർ എഫ്. ക്ലിയർ? ഓക്കെ. ദെൻ ഇവിടെയുള്ള നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് മുന്നിലത്തെ ഫ്രീക്വൻസി, അതായത് 22, അതായത് ഇവിടെയുള്ള നമ്മൾ എടുത്ത സെലക്ട് ചെയ്തതിന്റെ തൊട്ട് മുന്നിലത്തെ, അതിന്റെ പേരാണ് CF. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം n/2 എടുക്കണം. n/2 ഇവിടെ വരുന്നത് 29, 26.5 ആണ്. അപ്പൊ അതിനേക്കാൾ വലുതും എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് 29. അതിന് നേരെയുള്ള ക്ലാസ് സെലക്ട് ചെയ്യണം. അതിവിടെ 7, പിന്നെന്താണ് 60, 70. ഇത്രയും സെലക്ട് ചെയ്തതിനു ശേഷം ക്ലാസിന്റെ ഏറ്റവും ആദ്യം കിടക്കുന്ന സംഖ്യ, അതിനെ L എന്ന് പേരിട്ടു. അതിന്റെ ഫ്രീക്വൻസിനെ F എന്ന് പേരിട്ടു. നമ്മൾ സെലക്ട് ചെയ്ത, അതായത് ആ ഫ്രീക്വൻസിന് നേരെയുള്ള മീഡിയം ക്ലാസിന്റെ തൊട്ട് മുന്നത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ ഇതിൽ നമുക്ക് എടുക്കാം. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യണം. മീഡിയൻ കാണാൻ മീഡിയൻ ഇസ് ഈക്വൽ ടു ആദ്യം L. സോ L പ്ലസ്. ക്ലിയർ? ദെൻ നമ്മൾ n/2 ആ ഫോർമുലയിലുണ്ട്. n/2 എന്താണ്? 51/2. n/2 മൈനസ് അതിനകത്ത് നിന്നും ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 22 അത് കുറയ്ക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ, ഇപ്പുറത്തേക്കില്ല, എല്ലിന്റെ ഭാഗത്തേക്കില്ല, ഈ സ്ഥലത്ത് മാത്രം, ഡിവൈഡഡ് ബൈ എഫ്. എന്താണ്? ഫ്രീക്വൻസി. ക്ലിയർ? ഇതിനെ എല്ലാം ചെയ്തിട്ട്, അതായത് ഈ ഒരു ബ്രാക്കറ്റ് ആദ്യം ഇങ്ങനെ ചെയ്യണം. ചെയ്തതിന് ശേഷം ഇൻറ്റു എച്ച്. സാർ എന്താണ് സാർ എച്ച്? വെരി സിമ്പിൾ ആണ്. ഹൈറ്റ് അഥവാ ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഈ 60നും 70നും ഇടയ്ക്കുള്ള നമ്പർ, അതായത് 70ൽ നിന്ന് 60 കുറച്ചാൽ മതി. മനസ്സിലായോ? അത് എത്ര കിട്ടും? 10 കിട്ടും. സോ നമ്മുടെ n/2 26.5 ആണ്. നമ്മുടെ മീഡിയം ക്ലാസ് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? 26.5ന്റെ അടുത്ത് വരുന്നതിനേക്കാൾ വലുത് 29. അതിനകത്ത് n/26.5 നമ്മുടെ ഫോർമുല ഇതാണ് മീഡിയം കാണാൻ. L പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു H. വാട്ട് ഈസ് L? L എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ്. എന്താണ് അത്? ഫസ്റ്റ് ലോവർ ലിമിറ്റ് ക്ലാസിന്റെ. എന്താണ് വാട്ട് ഈസ് F? F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നേരെയുള്ള ഫ്രീക്വൻസി, സെക്കൻഡ് കോളത്തിലെ. ദെൻ n/2 CF എന്താണ്? CF ആ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മീഡിയം ക്ലാസിന്റെ തൊട്ട് മുന്നത്തെ, ഇവിടെ 22. n/2 നമുക്ക് അറിയാം. ഓക്കെ. ഇത്ര അറിയാം. ഇത്ര അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മീഡിയം കാണാം. H എന്താ? H എന്ന് പറഞ്ഞാൽ 70 മൈനസ് 60 10. സോ ജസ്റ്റ് നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്തു. സോ എന്ത് കിട്ടി? നമുക്ക് മീഡിയം കിട്ടി. ഇങ്ങനെയാണ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ മീഡിയം കാണുന്നത്. ഓക്കെ. ഇത് ലോവർ ലിമിറ്റ്, ഇത് n/2, ഇത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഇത് ഫ്രീക്വൻസി, ഇത് എന്താണ്? 5 മൈനസ് 22 ചെയ്യുമ്പോൾ നമുക്ക് we will get 4.5. The answer is 4.5. Okay. 4.5 into 10 എന്ത് കിട്ടും? 45. 45 divided by 7 is equal to 6.4. അപ്പോൾ
60 plus 6.4 gives 66.4. Clear? ഇതാണ് one method. Method 1 using എന്താണ് ഫോർമുല. ക്ലിയർ? ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, അതും നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് ഇനി സ്കൂളിൽ പഠിക്കുന്ന മെത്തേഡ് ചെയ്യാം. സ്കൂളിലാണെങ്കിൽ നിങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയാനായിട്ട് പോണത്. സ്കൂളിൽ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു കോളവും ഈ കോളവും പരീക്ഷയ്ക്ക് തന്നിട്ട് മീഡിയം കാണാൻ പറയും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒരു കോൾ ഉണ്ടാക്കണം. മനസ്സിലായി? അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടം വരെ ചെയ്യണം. എങ്ങനെയാണ് സാർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കോൾ ഉണ്ടാക്കണം? നമ്മൾ പറഞ്ഞതാ. എന്താണ് ഈ ആദ്യത്തെ ഫ്രീക്വൻസി അവിടെ എടുത്ത് എഴുതുക. ഓക്കെ, ഇനി ഈ രണ്ടാമത്തെ 8 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5ഉം ഈ 3ഉം കൂടി കൂട്ടിയത് എത്രയാണ്? 8. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആദ്യത്തെ 5 നിങ്ങൾ എടുത്ത് എഴുതിയതിന് ശേഷം ഈ 5 കൊണ്ടുവന്ന് ഇതിനോട് കൂട്ടുക 3നോട്. അപ്പോൾ എന്ത് കിട്ടും? 8 കിട്ടും. എന്നിട്ട് 8 കൊണ്ടുവന്നിട്ട് 4നോട് കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. 12 3നോട് കൂട്ടുക 15 കിട്ടും. 15 3 18 അങ്ങനെ 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 പക്ഷേ 45 കൊണ്ട് 48 കൂട്ടി കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 53 കിട്ടും. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, നേരത്തെ പറഞ്ഞതാ അല്ലേ? വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം ഈ അപ്പർ ലിമിറ്റ് മാത്രം നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക. അപ്പർ ലിമിറ്റ്. അതുപോലെ ഇത് രണ്ടും കൂടി ഒരു ടേബിളിലാക്കുക. ഇങ്ങനെ. ഓക്കെ, കണ്ടോ? ഇത് രണ്ടും സാർ ഒരു ടേബിളിലാക്കി. ഇതിനെ നമ്മൾ എക്സ് എന്ന് പേരിട്ടു. ഇതിനെ ഈ മാർക്സ് ഉള്ളതിനെ നമ്മൾ എക്സ് എന്ന് പേരിട്ടു. ഇപ്പുറത്തുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ വൈ എന്ന് പേരിട്ടു. എക്സ് നമ്മൾ ഇവിടെ എഴുതി. കണ്ടോ? വൈ നമ്മൾ ഇപ്പുറത്ത് എഴുതി. അങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഇട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നേരെ എഴുതുന്നതാണ്. അതായത് തലതിരിച്ചു വെച്ചു. അതായത് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നേരെ എഴുതി. അതിന് കറസ്പോണ്ട് ആയിട്ട് വൈ എൻ്റെ താഴെ എഴുതി. ഓക്കെ, ക്ലിയർ? ഇനി ചെയ്യേണ്ടത് n/2. നേരത്തെ ചെയ്ത പോലെ 53ന്റെ പകുതി n/2 ഞാൻ എടുത്തു. അത് എത്രയാണ്? 26.5. ഇനി നോക്കണം, 26.5 എവിടെ വരും? 5ൽ വരുമോ? ഇല്ല. 8ൽ വരുമോ? ഇല്ല. 12ൽ ഇല്ല. 15ൽ ഇല്ല. 18ൽ ഇല്ല. 22ൽ ഇല്ല. പക്ഷെ 29ൽ അതുമില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ വരും. ഇവിടെ എവിടെയോ ആണ് ഈ 26.5. മനസ്സിലായോ? ഇത് എഴുതിയതിന്റെ അർത്ഥം 22 ആണെങ്കിൽ മീഡിയൻ 60, 29 ആണെങ്കിലോ മീഡിയൻ 70. പക്ഷെ ഇവിടെ 26.5 ആണ്. അപ്പൊ 22നും 29നും ഇടയ്ക്ക് എവിടെയോ കിടപ്പുണ്ട്? 26.5 കിടപ്പുണ്ട്. മനസ്സിലായോ? അതിന് തത്തുല്യമായ എക്സിലെ ഒരു വില വേണം നമുക്ക്. അത് കണ്ടുപിടിക്കണം. അത് 60നും 70നും ഇടയ്ക്കാണ്. പക്ഷെ എത്രയാണെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ മെത്തേഡ് പ്രയോഗിക്കാൻ പോണത്. മനസ്സിലായോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ക്ലാസ് അങ്ങോട്ട് സെലക്ട് ചെയ്യണം. ഏത് ക്ലാസ്? ഈ ക്ലാസ്. ഇതെങ്ങനെ ഞാൻ സെലക്ട് ചെയ്തു സാർ? ഞാൻ ഈ 53ന്റെ പകുതി എടുത്തു. അത് 26.5. അത് ഇവിടെ നോക്കിയാൽ എവിടെ വരുമെന്ന് നോക്കിയപ്പോൾ 22നും 29നും ഇടയിൽ വരും. അപ്പം ഞാൻ അതിനെ അങ്ങോട്ട് സെലക്ട് ചെയ്തു. മനസ്സിലായോ? ക്ലിയർ? അതിൻ്റെ ഒപ്പം മുകളിലുള്ള എക്സിനെ സെലക്ട് ചെയ്തു. സോ 22 29 ഇടയ്ക്ക് വരും. നമ്മൾ അതിനെ സെലക്ട് ചെയ്തു. നിങ്ങൾ മാറ്റി വെക്കുക. ക്ലിയർ ആണോ? ആ സെലക്ട് ചെയ്തതിന് വേറെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് എഴുതുക. കാരണം ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കി കൺഫ്യൂസ് ആവാതിരിക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ 60 എഴുതി, ഇവിടെ എഴുതി 60 എഴുതിയിട്ടുണ്ട്. 70 അത് ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. അത് എക്സ് എന്ന് പറഞ്ഞ കോളത്തിലായതുകൊണ്ട് എക്സ് എന്ന് പേരിട്ടു. ക്ലിയർ? അടുത്ത 22 ഇവിടെ എഴുതിയിട്ടുണ്ട്. 29 ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് വൈ എന്ന കോളത്തിലായതുകൊണ്ട് വൈ എന്നും പേരിട്ടു. ഇനി നമ്മളൊരു ഇക്വേഷൻ എഴുതാൻ പോകും. ഇക്വേഷൻ ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട, മെത്തേഡ് അറിഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതണം. എക്സ്. ഓക്കെ, ഇത് താഴെ ഇങ്ങനെ ഒരു വരി ഇട്ടിട്ട് എക്സിന്റെ ഇപ്പോൾ ഉള്ള രണ്ട് വാല്യൂസ് ആണുള്ളത്, 60ഉം 70ഉം. അതിനകത്ത് ഈ 70ൽ നിന്ന് 60 കുറയ്ക്കണം. അതായത് ഈ ഇവിടെ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം, ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക്. കണ്ടോ? അപ്പം ഞാൻ ഇവിടെ എന്ത് എഴുതും? താഴെ 70 മൈനസ് എന്താണ് 60. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് നിങ്ങൾ ഈ 60 മുകളിലേക്ക് എടുത്ത് എഴുതാം. എന്ത്? മൈനസ് 60. ഇക്വേഷനായി ഈക്വൽ ടു. ഒന്നുകൂടി പറയാം. ഈ എക്സ് ഇവിടെ എഴുതി നമ്മൾ, എന്നിട്ടൊരു വരി ഇടാം. എന്നിട്ട് എക്സിന്റെ ഇവിടെ രണ്ട് സംഖ്യ കിടക്കുന്നുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യ കുറയ്ക്കുക. 70 മൈനസ് 60. ക്ലിയർ? ഈ മൈനസ് 60 മുകളിലേക്ക് എടുത്ത് എഴുതുക. അപ്പോൾ എക്സിന്റെ സൈഡായി. ഓക്കെ, ഇനി ഇപ്പത്തെ സൈഡ് നിങ്ങൾ എഴുതേണ്ടത് വൈ. വൈ എഴുതി. ഇതേപോലെ വൈയുടെ താഴെ ഒരു വരി ഇട്ടു. ഇതേപോലെ 29ൽ നിന്ന് 22 കുറയ്ക്കുക. സിമ്പിളാണ്. 29 മൈനസ് 22. ഇനി എന്ത് ചെയ്യണം? 22 മുകളിലേക്ക് എടുത്ത് എഴുതാം. എങ്ങനെ? മൈനസ് 22. ക്ലിയർ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ.
ഈ ക്വസ്റ്റ്യൻ എഴുതാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത് നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, സോ നമ്മൾ എക്സ് എഴുതി, എന്നിട്ട് എന്താണ് അതിൻ്റെ താഴെ വരെ ഇട്ടു, എന്നിട്ട് 70 നിന്ന് 60 കുറച്ചു, ഇതിനെ 60 മുകളിലേക്ക് എടുത്ത് എഴുതി, ഈക്വൽ ടു വൈ എഴുതി മൈനസ് എന്ത്, വൈയുടെ താഴെ നമ്മൾ ഒരു വരി ഇട്ടിട്ട് 29 നിന്ന് 22 കുറഞ്ഞു, ഉണ്ടോ, ഇതിൽ നിന്ന് ഇത് ക്ലിയർ, മുകളിലേക്ക് 22 എടുത്ത് എഴുതി. ദിസ് ഈസ് അവർ ഇക്വേഷൻ. ഇനി എന്താണ് സാർ വൈ? വൈ ഇതാണ് n/2. സോ ദിസ് ഈസ് വൈ. ഈ 26.5 ആണ് നമ്മുടെ വൈ. മനസ്സിലായില്ല അല്ലേ? ഈ 22നും 29നും ഇടയ്ക്കല്ലേ വൈ വരാ? വൈ നമുക്കറിയാന്നേ, വൈ നമുക്കറിയാം. വൈയുടെ വില എന്താ? 26.5. അതിന് തത്തുല്യമായ എക്സ് കണ്ടെത്തണം. ആ എക്സ് ആണ് നമ്മുടെ മീഡിയൻ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ കാൽക്കുലേഷൻ ആണ് ഈ ക്വസ്റ്റ്യനിൽ. ഇപ്പം നമ്മൾ എഴുതിയ ഇക്വേഷൻ ആണ് എഴുതിയേക്കണം. 70 നിന്ന് 60 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 10 കിട്ടും. വൈയുടെ സ്ഥലത്ത് നമ്മൾ വൈയുടെ വില കൊടുക്കണം. അപ്പോൾ എക്സ് മൈനസ് 60 ഡിവൈഡഡ് ബൈ 70 മൈനസ് 60 10 ഈക്വൽ ടു n/2 26.5. അപ്പോൾ വൈയുടെ സ്ഥലത്ത് അത് കൊടുക്കാം. 26.5 മൈനസ് 22 ഹോൾ ഡിവൈഡഡ് ബൈ 29 22 കുറച്ചാൽ 7. ക്ലിയർ? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 26.5 22 കുറയ്ക്കണം. അത്രേ ഉള്ളൂ. എന്ത് കിട്ടി? 4.5. ക്ലിയർ? വീണ്ടും അത് നിങ്ങൾ എടുത്ത് എഴുതിയിട്ട് ഈ 10നെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കണം. 10നെ ഇപ്പുറത്തേക്ക്, 10 ഇവിടെ ഹരിച്ചിരിക്കുക. ഹരിച്ചിരിക്കുന്ന സംഖ്യയെ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവണം? അത് ഗുണനമാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാവും നോക്കാം. 10നെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് മൈനസ് 60 ഇസിക്കൽ ടു 4.5 ഇൻറ്റു 10. ഈ 10 അപ്പുറത്തേക്ക് വന്നു. ഹരിച്ച സംഖ്യ സമത്തിന്റെ അപ്പുറത്തേക്ക് വന്നാൽ എന്താകണം? ഗുണനാക്കണം. അപ്പോൾ 4.5 ഇൻറ്റു 10 ഹോൾ ഡിവൈഡഡ് ബൈ 7. ഇറ്റ്സ് വെരി സിമ്പിൾ. എക്സ് മൈനസ് 60 ഇസിക്കൽ ടു വാട്ട് ഈസ് 4.10 ഇൻറ്റു 5 ഇൻറ്റു 10? വെരി സിമ്പിൾ. പോയിന്റ് കഴിഞ്ഞ ഒരു സാധനം ഇട്ടാൽ മതി. 45/7. കണ്ടോ? 45/7 നിങ്ങൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 6.42. ഇതിന് വെരി സിമ്പിൾ ആണ്. എക്സ് ഇവിടെ നിർത്താം. മൈനസ് 60നെ സമ്പത്തിന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് 60 ആവും. സോ എക്സ് ഇസിക്കൽ ടു 6.42 മൈനസ് 60 അപ്പുറം ചെന്നപ്പോൾ പ്ലസ് 60 ആയി. കൂട്ടാ 60 പ്ലസ് 6.42 66.42. കിട്ടിയോ? മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണാം എങ്ങനെയാണ് ആ ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ മെത്തേഡ് ചെയ്യാനാണ്. പരമാവധി നിങ്ങൾ ഈ മെത്തേഡ് ചെയ്യാൻ ശ്രമിക്കുക. എനിവേ നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോർമുല ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ വരുന്ന ഏപ്രിൽ 7 തീയതി മുതൽ യൂട്യൂബിലൂടെ +1 മാത്സ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്, വെക്കേഷൻ ക്ലാസ്സുകൾ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും സ്ഥലവും SMS അയയ്ക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ പൈസ കൊടുത്തേ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റായ ഒരു 20 രൂപയാണ് നമ്മൾ ഓരോ വീഡിയോനും സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് അതിൻ്റെ ലെങ്ത് അനുസരിച്ചിരിക്കും. എന്നാലും ഒരു 20 മിനിറ്റ്സ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 10-20 വീഡിയോ കൊണ്ട് ചിലപ്പോൾ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ആൻസർ ചെയ്യും. അപ്പോൾ നല്ല ഉപകാരമായിരിക്കും നിങ്ങൾക്ക് അടുത്ത കൊല്ലം +1-ന്. അപ്പോൾ സയൻസ് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ മാത്സും അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോമേഴ്സ് എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈ സബ്ജക്റ്റാണ് നമ്മൾ കോച്ചിങ് തരാൻ പോകുന്നത്. ഇത് നമ്മൾ ഫ്രീ ആയിട്ടല്ല, സാധാരണ നമ്മൾ ട്യൂഷന് പോകുന്ന പോലെ പെയ്ഡ് ട്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ നെയിമും ക്ലാസ്സും പ്ലേസും അയക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് നമ്മൾ ഈ നോട്ട്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. ഇപ്പം നമ്മൾ ഒരു ഫസ്റ്റ് നമ്മൾ ഇതുപോലെ നമുക്ക് സെൻഡ് ചെയ്യുന്ന ഒരു 50 പേർക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് സെൻഡ് ചെയ്യാനും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ 50 പേരെ നമ്മൾ ഒരു വർഷത്തേക്ക് എടുക്കും. ബാക്കിയുള്ളവർക്ക് വീഡിയോസ് കാണാം, പേയ്മെൻറ്റ്. പക്ഷേ നോട്ട്സൊക്കെ നമ്മൾ എല്ലാവർക്കും കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു 50 ആളുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 50 പേരാവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിന് ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരും ക്ലാസ്സും സ്ഥലവും ഈ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. അതായത് ചില വീഡിയോസൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.